അവരുടെ ഒരു പൊളിറ്റിക്കൽ മാനേജ്മെന്റിന്റെ പരാജയമാണ്. വേറൊരു രസകരമായ കാര്യമൊന്നുമല്ല. സാധാരണ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന കുട്ടികൾ ഈ പരീക്ഷ ഡിക്ലെയർ ചെയ്ത് ഹോൾ ടിക്കറ്റ് വിതരണം ചെയ്തതിനു ശേഷം പഠിക്കുന്ന ആൾക്കാരുണ്ട്. ചിലരങ്ങനെയല്ല, നേരത്തെ പഠിക്കും. അപ്പൊ വിദ്യാഭ്യാസത്തോട് മമതയുള്ള കുട്ടികൾ ആ വർഷം തുടങ്ങുമ്പോൾ തന്നെ, അധ്യയന വർഷം തുടങ്ങുമ്പോൾ തന്നെ പഠിച്ചു തുടങ്ങും. ഈ അല്ലാതെ ഉഴപ്പി നടക്കുന്നവരാണ് പരീക്ഷാ ഡേറ്റ് പ്രഖ്യാപിച്ച് ഹാൾ ടിക്കറ്റ് കയ്യിൽ വാങ്ങിയതിനു ശേഷം പഠിക്കാൻ തുടങ്ങുന്നവരുണ്ട്. ഇപ്പൊ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ പഠിക്കുന്നത് അങ്ങനെയാണ്. പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നത് പരീക്ഷ ഡേറ്റ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് കോൺഗ്രസ് പഠിക്കാൻ തുടങ്ങുന്നത്. ഈ 10 വർഷം പ്രതിപക്ഷത്ത് നിന്നിട്ട് അവർക്ക് എന്തുകൊണ്ടൊരു കോൺസെൻസസിൽ എത്താൻ കഴിഞ്ഞില്ല? അവർക്ക് അത് മാത്രമല്ല, 2024 മിന്നുന്ന വിജയമാണ് അവർക്ക് ലോക്സഭയിൽ കേരളത്തിൽ കിട്ടുന്നത്. പഞ്ചായത്തിൽ അവർക്ക് ന്യൂനപക്ഷ കേന്ദ്രീകരണ മേഖലകളിലാണ് മെജോറിറ്റി കിട്ടിയെങ്കിൽ പോലും ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു ഈ മീഡിയ തലത്തിൽ. അപ്പൊ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇപ്പൊ ഇവരൊരു ശിബിരമൊക്കെ നടത്തിയിരുന്നു, അവരുടെ ഈ കോൺക്ലേവ്. അപ്പൊ അതിലൊക്കെ തന്നെ അവർക്കൊരു പൊതുവെ ഇപ്പൊ 100% കോൺസെൻസസ് എത്തില്ലെങ്കിൽ പോലും പാർട്ടിക്ക് വളരെയധികം സമയമുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ കോൺഗ്രസ് പാർട്ടിയുടെ വി ഡി സതീശൻ പറഞ്ഞ ഒരു ആരോപണം ഇലക്ഷൻ കമ്മീഷനും CPM-ഉം BJP-യും തമ്മിൽ ഒത്തുകളിച്ചു എന്നുള്ളതാണ്.